ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവവചന ധ്യാനവുമായി നമുക്ക് കടന്നു വരുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന ഈ വിലയേറിയ സമയത്തെ ഓർത്ത് ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു. നമ്മളെ വായിച്ച വാക്യം തന്നെ ഒരിക്കൽ കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 6 അധ്യായത്തിൻ്റെ 1 വാക്യം. The book of 2 Corinthians chapter 6 verse 1. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത്. ആമേൻ. നമ്മളെ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് തീത്തോസിൻ്റെ ലേഖനം 2 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ നിന്നുകൊണ്ട്. ഇവിടെ ഇപ്രകാരം നമ്മൾ വായിച്ചു. എന്താ ദൈവകൃപ? സകല മനുഷ്യരെയും രക്ഷിപ്പാനായിട്ട് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു വലിയ അനുഗ്രഹകരമായ കാര്യമാണ് ദൈവത്തിൻ്റെ കൃപ. അർഹതയില്ലാത്ത നമ്മളെ, പാപികളായ നമ്മളെ, അതിക്രമങ്ങളാലും പാപത്താലും മരിച്ചവരായിരുന്ന നമ്മളെ, പിശാചിൻ്റെയും അന്ധകാരത്തിൻ്റെയും ലോകത്തിൻ്റെയും ഒക്കെ അടിമത്തത്തിൽപ്പെട്ടിരുന്ന നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച സ്നേഹസ്വരൂപനാ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുവാൻ, കാട്ടൊലിയൻ ഷാഹിയാൽ നമ്മെ നല്ലൊരു മരത്തോട് ഒട്ടിച്ചു ചേർക്കുവാൻ, ആഴുപേര് കുഴിയിലും കൊഴിഞ്ഞ് ചേറ്റിലും കിടന്ന നമ്മെ ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിച്ചു നിർത്തി നമുക്കൊരു ഗമനത്തെ സ്ഥിരമാക്കി തരുവാൻ, നമ്മുടെ വായിലൊരു പുതിയ പാട്ട് തരുവാൻ ഈ കൃപ വ്യാപരിക്കപ്പെട്ടു എന്ന് നമ്മൾ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ സകല മനുഷ്യർക്കും രക്ഷാകരമായി ദൈവകൃപ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ നമ്മളെ ചിന്തിക്കുവാനിടയായിത്തീർന്നു. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവം നമ്മുടെ രക്ഷിതാവ് യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും കൂടെ ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ഈ ഭാഗം വിശദമായി നമ്മൾ ചിന്തിച്ചതാണല്ലോ. ഇന്ന് അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ കടക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ആമേൻ. ഈ നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ തന്നെ ആമേൻ 2 കൊരിന്ത്യർ 6 അധ്യായത്തിൻ്റെ തന്നെ തുറന്നുള്ള വാക്യങ്ങളാണ് ഇന്ന് പകലത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ആമേൻ. അപ്പോൾ ഈ ദൈവകൃപ നമുക്ക് തന്നത് നാം ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കുകയാണ്. അങ്ങനെ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി നാം ജീവിച്ചു വരുമ്പോൾ നാം ഒരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. എന്താണ് ആ കാര്യം? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അതാണ് യൂദായുടെ ലേഖനം 24 വാക്യത്തിലും നമ്മൾ വായിക്കുന്നത്. നിങ്ങളോ പ്രിയരെ, നിങ്ങളെ അതിവിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും കർത്താവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തിരിക്കണമെന്ന് അവിടെ നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 2 കൊരിന്ത്യർ 6 അധ്യായത്തിൻ്റെ 1 വാക്യമാണ് കുറിവാക്യം. അതിൻ്റെ 2 വാക്യം തൊട്ടാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അതിങ്ങനെ വായിക്കുന്നത്: പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോഴാകുന്നു പ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. 2 കൊരിന്ത്യർ 6 അധ്യായത്തിൽ പൗലോസ് ചില കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് 5 അധ്യായത്തിൻ്റെ കാര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ്. 5 അധ്യായം തുടങ്ങുന്ന എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. കൂടാരമാകുന്ന നമ്മുടെ ഭവഭവൻ അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്തതായി നിത്യമായൊരു വാസസ്ഥാനം നമുക്ക് സ്വർഗത്തിലുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. അതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോകുവാൻ, അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ വളരെ വാഞ്ഛയോടെ കാത്തിരിക്കുന്നവരാണെന്ന് പൗലോസ് തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് എടുത്തു പറയുകയാണ്. അവിടെ തന്നെ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്: ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതായി തീർന്നിരിക്കുന്നു. പഴയതെല്ലാം കഴിഞ്ഞു, ഒരു പുതിയ അനുഭവത്തിലേക്ക്, ഒരു പുതിയ പശ്ചാത്തലത്തിലേക്ക്, ഒരു പുതിയ ജീവിത അനുഭവത്തിലേക്ക്, ഒരു പുതിയ പ്രത്യേകമായ അവസ്ഥാവിശേഷത്തിലേക്ക് കർത്താവ് നമ്മെ കൈപിടിച്ച് ഉയർത്തുകയാണ്. അവിടെ തന്നെ പൗലോസ് പറയുന്നുണ്ട്, കാഴ്ചയാലല്ല ഞങ്ങൾ വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. അപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ കുടാത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു, അതിനൊരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവമാണ്. ആമേൻ. പൗലോസ് പിന്നെയും പറയുന്നു, ഇങ്ങനെ ഞങ്ങൾ ശരീരം വിട്ട്
ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിൻ്റെ കൂടെ വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. എന്നാൽ അടുത്ത പറയുന്ന കാര്യമാണ് ഏറ്റവും അധികം പ്രാധാന്യമായിട്ടുള്ളത്. അതെപ്പം നടക്കുമെന്ന് നമുക്കറിയത്തില്ലല്ലോ. ശരീരം വിടുക എന്നൊക്കെ പറഞ്ഞാൽ പറയാൻ വളരെ ഈസിയാണ്, പറയാൻ വളരെ ഭംഗിയുള്ളൊരു കാര്യമാണ്. ശരീരം വിട്ട് കർത്താവിനോട് കൂടെ പോകണം. പക്ഷെ ഇതെപ്പോഴാണ് നടക്കുന്നത്? ഇതൊന്നും നമുക്കറിയത്തില്ല. അനേക ആളുകൾ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളേവരുമായിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ആരും ഇവിടെ നാളുകൾ വർഷങ്ങൾ പൊറുക്കാനൊന്നും വന്നവരല്ല. ചില വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളും മാറ്റപ്പെടും, ശരിയാണ്. എന്നാൽ അതെപ്പം നടക്കും, എങ്ങനെ നടക്കുന്നൊന്നും നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലാണ്. ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് ദൈവം അത് ചെയ്യും. ആമേൻ. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും രണ്ട് ഓപ്ഷൻസാണ്. ഒന്നുകിൽ ശരീരത്തിൽ വസിക്കാം, അല്ലെങ്കിൽ ശരീരം വിടാം. നമ്മുടെ തീരുമാനമല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുമില്ല. പക്ഷെ കർത്താവ് അനുവദിക്കുമ്പോൾ, അങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ, ആ നടക്കുന്നത് വരെ നമ്മൾ ശരീരത്തിലാണ് വസിക്കുന്നത്. ആ നടക്കുന്ന സമയത്ത് ശരീരം വിടുകയാണ്. അപ്പോൾ വിട്ടാലും ഉള്ളിൽ വസിച്ചാലും ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്ന വളരെ പരിചിതമായ വാക്യമാണ്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ന്യായാസന മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പോൾ ഇതാണ് 5-ാം അധ്യായത്തിൽ താഴോട്ട് നമ്മളെ നിരപ്പിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നു. പുതിയ സൃഷ്ടിയാകുന്ന അനുഭവത്തെക്കുറിച്ച് പറയുന്നു. ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ, ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ, നമ്മുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. നമ്മളെ അംബാസഡേഴ്സ് ആക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് 6-ാം അധ്യായത്തിലേക്ക് കടന്നു താൻ പറയുന്നത്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിട്ടുണ്ട്. നിങ്ങളെ ഞാൻ പറയുന്നത് അത് വ്യർത്ഥമാക്കി കളയരുത്, അത് പ്രയോജനമില്ലാത്തതായി തീരരുത്. അതിൻ്റെ ആ ഫുൾ ബെനിഫിറ്റ്സ്, ഫുൾ യൂട്ടിലൈസേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് പൗലോസ് പറയുന്നത്. 1-ാമത്തെ 6-ാം അധ്യായത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ ഒന്നാമത്തെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കൃപയിലൂടെയുള്ള അനുരഞ്ജനത്തിൻ്റെ ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട്. ഭൂലോകത്തിൻ്റെ അഖിലാണ്ടത്തിൻ്റെ അധിപതിയും സൃഷ്ടിതാവും പരിപാലകരുമായ ദൈവവുമായിട്ട് നിരക്കുവാൻ, ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കുവാനുള്ള ഒരു വാഗ്ദാനം ദൈവം നമുക്ക് തന്നിരിക്കുക. ആമേൻ. ഈ വാഗ്ദാനം നമുക്ക് തരുന്നത് ദൈവം തൻ്റെ കൃപയിലൂടെയാണ്. ഹല്ലേലൂയ. നമ്മളിങ്ങനെ അത് വായിക്കുന്നത്, ഒരു ക്രിസ്തുവിലാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി. 2 Corinthians 5:17. ഇത് പുതുതാക്കിക്കൊണ്ടിരിക്കുക. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. സോ ദിസ് റെക്കൺസിലിയേഷൻ ഈസ് എൻ ഇനിഷ്യേറ്റീവ് ഫ്രം ഗാഡ്. ഈ നിരപ്പ് ഇത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രവർത്തനമാണ്. ദൈവമാണ് നമ്മെ നിരപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ച് മുൻകൈയെടുത്ത് വന്നത്. 40 സംഖ്യത്തിന് അതല്ലേ നമ്മൾ വായിക്കുന്നത്. 6-7 കുഴിയിലും കുഴഞ്ഞു ചേറ്റിലും കടന്ന് നിലവിളിക്കുകയാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, പക്ഷേ അവനെങ്കിലേക്ക് ചാഞ്ഞെൻ്റെ നിലവിളി കേട്ടു, ഇറങ്ങി വന്ന് എന്നെ രക്ഷിച്ചു. സോ ഈ റെക്കൺസിലിയേഷൻ, ഈ നിരപ്പിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കാൻ കാരണമായത് ദൈവകൃപയിലൂടെയാണ്. Solely through the grace of God we became the recipients of this reconciliation. അതുകൊണ്ട് പൗലോസ് ഇവിടെ പറയുകയാണ്, ഈ നിരപ്പെന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു പേര് കൊടുത്താൽ ദൈവകൃപ എന്ന് പറയാം നമുക്ക്. ഇന്ന് നമ്മൾ നിരപ്പ് പ്രാപിപ്പാൻ കാരണമായി തീർന്നത് ദൈവകൃപ നമ്മളിൽ വ്യാപരിക്കുന്നത് കൊണ്ടാണ്. ആമേൻ. ഈ വേർഡ് ഓഫ് ഗ്രേസ് അല്ലെങ്കിൽ ഈ കൃപയുടെ സുവിശേഷം നമ്മൾ കേട്ടു,
നമ്മളത് ഏറ്റെടുത്തു, അനുസരിച്ചു, നാം കൃപയിൽ കടന്നു വന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. മുമ്പോട്ട് ഇതിനൊരു യാത്രയുണ്ട്. മുമ്പോട്ട് ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മേൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ടാണ് പൗലോസ് തറപ്പിച്ച് പറയുന്നത്, ഈ കൃപ നിങ്ങൾക്ക് ലഭിച്ചു. യു ആർ ദ റെസിപ്പിയൻസ് ഓഫ് ഗ്രേസ്. നിങ്ങൾക്കത് ലഭിച്ചു. ആ ലഭിച്ച കൃപ നിങ്ങൾ വ്യർത്ഥമാക്കി കളയരുത്. ആമേൻ. ഹല്ലേലൂയ. നാം വിശ്വസിച്ചു, കടന്നു വന്നു, ശരിയാ. പക്ഷേ മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ ഈ കൃപയുടെ അത്യന്ത ധനത്തെ, ഈ കൃപയുടെ മഹത്വത്തെ, ഈ കൃപയുടെ വിലയെ നമ്മൾ അറിഞ്ഞ് നമ്മൾ ഓരോ ചുവടും വെക്കണമെന്ന് പൗലോസ് നമ്മോട് പറയുക. അപ്പോൾ തന്നെ നാം മറ്റുള്ളവരെ ഇതിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പ്രയത്നിക്കുകയും വേണം. ആമേൻ. അപ്പോൾ ഇതിന് കാരണക്കാരൻ ദൈവമാണ് ഈ കൃപയിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. ഈ കൃപ എല്ലാവർക്കും ദൈവം ഓഫർ ചെയ്ത ഒരു പാക്കേജാണ് കൃപയിലൂടെ. പക്ഷെ അനേകം പേർക്കും ഇത് പ്രയോജനപ്പെട്ടില്ല. അനേക ആളുകൾക്കും ഇത് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചിട്ടില്ല. അതാണല്ലോ നമ്മൾ തീത്തോസിന്റെ ലേഖനത്തിൽ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും, നമ്മൾ തീത്തോസിന്റെ ലേഖനത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്. ഈ കൃപ വന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താ? 2:11 സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. എന്നിട്ട് പറയുന്നു, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവം നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് മുമ്പോട്ട് പോകുകയാണ്. ആ കാത്തുകൊണ്ടുള്ള പോക്കിൽ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കണം. അങ്ങനെ ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, ഈ കൃപയാണ് നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നത്. സോ ദിസ് ഗ്രേസ് ഈസ് ആക്ടിങ് ലൈക്ക് എ ടീച്ചർ, ആക്ടിങ് ലൈക്ക് എ റിംഗ് മാസ്റ്റർ ഇൻ അവർ ലൈഫ്. നമ്മൾ മുമ്പോട്ട് നടത്തുവാൻ ആവശ്യമായ കൃപ. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, ഈ കൃപയിലൂടെയുള്ള അനുരഞ്ജനത്തിന് സമയം താൻ പറയുന്നു. സമയം. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി, 6-ാം അധ്യായത്തിൻ്റെ 2. രക്ഷാദിവസം സഹായിച്ചു. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ദിസ് ഈസ് ദ അപ്രോപ്രിയേറ്റ് ടൈം ഫോർ ദാറ്റ്. നൗ ഈസ് ദ ടൈം. ഈ പ്രസന്റ് സമയമാണ് ഏറ്റവും പ്രോപ്പർ സമയമെന്ന് പൗലോസ് പറയുക. അതുകൊണ്ട് നമ്മൾ എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നാം ബുദ്ധിയോടെ, ജ്ഞാനത്തോടെ പെരുമാറണം. നാം ബുദ്ധിയുള്ളവരാകണം, ജ്ഞാനമുള്ളവരാകണം. ആമേൻ. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇപ്പോൾ ഗോസ്പൽ ഡേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡേ ഓഫ് സാൽവേഷൻ. നമ്മളിത് അനുഭവിച്ചു കടന്നു വന്നു. നമ്മൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്താണ്? ഇതൊരു പക്ഷേ നമ്മൾ വിചാരിക്കും ചില കർത്താവിൻ്റെ ദാസന്മാർക്കോ ഇവാഞ്ചലിസ്റ്റിനോ ഒക്കെ മാത്രം അല്ല. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിൻ്റെയും ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ് റെക്കൺസിലിയേഷൻ്റെ മിനിസ്ട്രി. നിരപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം. അംബാസഡേഴ്സായിട്ട് നമ്മളെ ദൈവം ആക്കിയിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ മേൽ നിക്ഷിപ്തമായിരിക്കുന്നു. അതിൻ്റെ സമയം എപ്പോഴാണ് ധരിപ്പിക്കാനുള്ളത്? സമയം ഇപ്പോഴാണ്. ഇപ്പോൾ ദിസ് ഈസ് എ ടൈം, പ്രസന്റ് ടൈമാണ്. ആമേൻ. നാളത്തെ കാര്യം നമ്മുടെ അല്ല, നമുക്കറിയത്തില്ല. നാളെ എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. അടുത്ത നിമിഷം, അടുത്ത മണിക്കൂർ, അല്ലെങ്കിൽ അടുത്ത ദിവസം എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മോട് പറയുന്നുണ്ട്, നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ. തീർച്ചയാണ്, ശരിയാണ്. നാളത്തെ നമുക്ക് അറിയുവാൻ യാതൊരു സാധ്യതയുമില്ല. ആമേൻ. അതുകൊണ്ട് വളരെയധികം ഉത്തരവാദിത്വത്തോടെ
നാം പ്രവർത്തിക്കണം എന്ന് നമ്മോട് പറയുന്നു. നമ്മൾ വായിക്കുന്നുണ്ട് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. ഇവിടെ വേറെ ഉദ്ദേശത്തിലാണ് പറയുന്നെങ്കിലും ഒരു വാസ്തവം അതാണ്. അപ്പോൾ ഈ ദൈവകൃപ നമുക്ക് തന്നിരിക്കുന്നത് നാം വ്യർത്ഥമാകാതെ സൂക്ഷിക്കണം. ഈ ദൈവകൃപ നമുക്ക് പുതിയൊരു അനുഭവം തന്നു. ഈ ദൈവകൃപ നമ്മെ ദൈവവുമായിട്ട് നിരപ്പിച്ചു. ഈ ദൈവകൃപ, ഈ നിരപ്പിൻ്റെ വലിയ ഉത്തരവാദിത്വ ശുശ്രൂഷ നമ്മുടെ മേൽ ധരുമേൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മളോട് പറയുന്നു, ഇതിൻ്റെ സമയം ഇപ്പോഴാണ്. ദിസ് ഈസ് ദ ടൈം. ഈ സമയത്ത് നാം ഉണർന്ന് പ്രവർത്തിക്കണം. നാം ഉറങ്ങിയും മയങ്ങിയും ഇരിക്കേണ്ട സമയമല്ല, ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, 2-ാം വാക്യം, ദൂതന്മാർ മുഖാന്തരം അരുളിച്ചത് വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീരപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതും എത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? സമയത്തെ വിലയുള്ളതായിട്ട് കണക്കാക്കണം. അതിൻ്റെ 3-ാം അധ്യായത്തിൽ 7-ാം വാക്യം, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളിച്ചെന്ന പോലെ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. ആമേൻ. പിതാക്കന്മാരെ കുറിച്ച് 11-ാം വാക്യം പറയുന്നു, അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. 13-ാം വാക്യം, നിങ്ങളാരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവീൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഇന്ന് നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമുക്ക് തന്ന ദൈവകൃപ അത് വളരെ വിലയുള്ളതാണ്. സകല ലോകത്തിനും കൃപ കൊടുക്കുവാൻ ദൈവം ഇറങ്ങി വന്നു, കർത്താവ് ഇറങ്ങി വന്നു, ശരിയാണ്. പക്ഷെ അനേകരതിനെ ഗണ്യമാക്കുന്നില്ല, അനേകരതിനെ കാര്യമാക്കുന്നില്ല, അനേകർക്കത് പ്രയോജനപ്പെടുന്നില്ല. പക്ഷെ നാം ഇന്ന് ദൈവമക്കളായിരിക്കുന്നത് ഈ കൃപയിലൂടെയുള്ള സുവിശേഷം, ഈ കൃപയിലൂടെയുള്ള ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായതുകൊണ്ടാണ് നമ്മളിന്ന് ഈ സന്തോഷം അനുഭവിക്കുന്നത്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വലിയ റെക്കൺസിലിയേഷൻ്റെ മിനിസ്ട്രി നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം. 2, ഈ റെക്കൺസിലിയേഷൻ്റെ, ഈ അനുരഞ്ജനത്തിൻ്റെ പ്രവൃത്തി, അതിൻ്റെ സമയം ചെയ്യാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. സമയം എപ്പോഴാണ്? നാളെയല്ല, മറ്റന്നാളിലല്ല, ഇന്നാണ് സമയം, ഇപ്പോഴാണ്. ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം. നമുക്ക് പ്രവർത്തിക്കാൻ കുറച്ച് ദിവസം കഴിയട്ടെന്നല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും പ്രവർത്തിക്കുന്നവരായി, എപ്പോഴും ഉണർന്ന് പ്രവർത്തിക്കുന്നവരായി. കർത്താവ് പറഞ്ഞല്ലോ ശിഷ്യന്മാരോട്, ആത്മാവ് ഒരുക്കമുള്ളത്, പക്ഷെ ജഡമോ ബലഹീനമത്രേ. അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. പത്രോസിന്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പിശാച് ആരെ വിഴുങ്ങേണ്ടെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. നിങ്ങൾ പ്രതിയോഗിയായി പിശാച്. അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കണം, അവനോട് എതിർത്ത് നിൽക്കണം. ഒരു ദൈവവൈതലിന് ഒരിക്കലും ഉറങ്ങുവാനും മയങ്ങുവാനും തളർന്നിരിക്കുവാനുമുള്ള സമയമല്ല. തളർന്നിരിക്കുവാൻ നമുക്ക് അവകാശമില്ല, തളർന്നിരിക്കുവാൻ നമുക്ക് വകുപ്പില്ല. വാസ്തവം പറഞ്ഞ ശിയാവിൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, അവൻ ബലഹീനർക്ക് ശക്തി പകർക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി പകരും, ബലഹീനർക്ക് ബലം പകരുന്ന ദൈവമാണ്. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും, പക്ഷേ യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും.
അപ്പോൾ തളർന്നിരിക്കുന്നവരോട് ദൈവം പറയുന്നത് യഹോവയ്ക്കായിട്ട് കാത്തിരിക്കുക. ഗോ ആൻഡ് ഗെറ്റ് യുവർ പവർ റിന്യൂഡ്. ഗോ ആൻഡ് ഗെറ്റ് യു റീചാർജ്ഡ് ഫ്രം ഗാഡ്. ദൈവത്തിൽ നിന്ന് ഒരു റീചാർജ് ചെയ്യപ്പെട്ടവരായി നമ്മളെപ്പോഴും റീചാർജ്ഡ് ആയിരിക്കണം, എനർജൈസ്ഡ് ആയിരിക്കണം. ഫുൾ ബാറ്ററി നമ്മുടെ ജീവിതത്തിൽ ഫുൾ ബാറ്ററി എപ്പോഴും ഓണായിരിക്കണം. ബാറ്ററി തീർന്നു പോയി എന്ന് പറയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ശക്തി ചോർന്നു പോയി, ക്ഷയിച്ചു പോയി, ക്ഷീണിച്ചു പോയി ഇല്ല. സർവ്വസമയത്തും നമ്മൾ ഉണർന്നും ജാഗരൂകരായും ഉണർന്നു വരിക്കണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കൃപയിലൂടെയുള്ള അനുരഞ്ജനത്തിൻ്റെ ഒരു സമയം കർത്താവ് തന്നത് ഒരു ശുശ്രൂഷയാണ്. അതിനൊരു സമയം കർത്താവ് തന്നു, ഇനി അതിനൊരു പ്രവൃത്തി കർത്താവ് തന്നു. മൂന്നാമത് നമ്മൾ കാണുന്നത് കൃപയിലൂടെ അനുരഞ്ജനത്തിൻ്റെ പ്രവൃത്തിയാണ്. ദ വർക്ക് ഓഫ് റെക്കൺസിലിയേഷൻ ത്രൂ ഗ്രേസ്. എങ്ങനെയാണ് പൗലോസ് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഹി ഡസൻറ്റ് വാണ്ട് ടു ഗീവ് എനി ഒഫൻസ് ടു എനിവൺ. തൻ്റെ ശുശ്രൂഷയിലുടനീളം താൻ പറയുന്നുണ്ട്, കൂടെ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. 3-ാം വാക്യം 6-ാം അധ്യായത്തിൻ്റെ 2 കൊരിന്ത്യർ. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടത് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ഈസി കാര്യമല്ല. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരരുത്, ഒന്നിനും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കരുത്. ഒരാളാലും ചോദ്യം ചെയ്യപ്പെടുവാൻ, വിരൽ ചൂണ്ടപ്പെടുവാൻ, അക്യൂസ് ചെയ്യപ്പെടുവാൻ, പോയിന്റ് ഔട്ട് ചെയ്യപ്പെടുവാൻ ഇടയാകാതെ വണ്ണം ഞങ്ങൾ സകലത്തിനും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുകയാണ്. എന്നിട്ട് എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മളാരും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്, നമ്മളാരും അനുഭവിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യം. താൻ പറയുന്നു, ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാന അപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ദുഃഖിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ഈ ഓരോ പദങ്ങളും നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ആഴം, അതിൻ്റെ ആക്കമൊന്ന് മനസ്സിലാക്കി നോക്കി. നല്ല കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആഴത്തിൽ ആ പദങ്ങളെ നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ അതിനകത്തിലെ ഭൂരിഭാഗം പദങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു പോകുവാൻ, അനുഭവിപ്പാൻ നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. ഈ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്തു, അതിൻ്റെ സമയം കർത്താവ് പറഞ്ഞു. ആ ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രവൃത്തികളെക്കുറിച്ച്, അനുഭവങ്ങളെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഒന്നുമില്ലാത്തവരായിട്ട് പോവുക, പക്ഷേ എല്ലാം കൈവശമുണ്ട്. ആമേൻ. എല്ലാം കൈവശമുണ്ട്. ലോകപ്രകാരം നമുക്കൊരു പക്ഷേ പലതും നമ്മുടെ കൈവശം കാണത്തില്ലായിരിക്കാം. പക്ഷെ കർത്താവ് നോക്കുമ്പോൾ നമുക്കെല്ലാം ഉണ്ട്. ഞാൻ ഈ സമയത്ത് സ്മരണയിലെ സഭയെക്കുറിച്ച് ഓർക്കുകയാണ്. വളരെ കഷ്ടതയിലൂടെ, ശോധനയിലൂടെ, പരിശോധനയിലൂടെ, പെർസിക്യൂഷനിലൂടെ കടന്നുപോയ ഒരു സഭയാണ് സ്മരണയിലെ സഭ. വെളിപാട് പുസ്തകം എൻ്റെ 2-ാം അധ്യായത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. 8-ാം വാക്യം.
സ്മുർണയിലെ സഭയുടെ ദൂതനെ എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും. ആമേൻ. സഭയുടെ കർത്താവ് പറയുക, ഞാൻ നിന്റെ കഷ്ടത അറിയുന്നു, നിന്റെ ദാരിദ്ര്യം അറിയുന്നു. എന്നെ കർത്താവിന് കഷ്ടത മാറ്റാൻ കഴിയത്തില്ലേ? കർത്താവിന് ദാരിദ്ര്യം മാറ്റാൻ കഴിയത്തില്ലേ? ഒരു വ്യക്തി കഷ്ടപ്പെടുന്നത് കണ്ടിട്ട്, ഒരു വ്യക്തി ദാരിദ്ര്യത്തിലൂടെ പോകുന്നത് കണ്ടിട്ട് കർത്താവിന് സന്തോഷമാണോ? അല്ല പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തിലെ നമ്മുടെ അനുഭവമല്ല ഏറ്റവും വിലയുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വരും ലോകത്തിൽ നമുക്ക് കിട്ടാനുള്ളതാണ് ഏറ്റവും വിലയുള്ളത്. പൗലോസ് പറയുന്നുണ്ടല്ലോ, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 17 തോന്നുന്നു, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഒരു വലിയ അനുഭവത്തിനാണ് നമ്മൾ ഒരുക്കപ്പെടുകയാണ് പ്രിയപ്പെട്ടവർ. എത്ര പേർക്ക് ഇന്ന് ഈ സന്ധ്യാസമയം അതിനെക്കുറിച്ച് ബോധ്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല. എത്ര പേരുടെ ആഴത്തിൽ ഇത് മനസ്സിലാക്കുന്നത് എനിക്കറിയത്തില്ല. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും വെളിപ്പെടുവാൻ ഒരു തേജസ്സുണ്ട്. തേജസ്സിന്റെ കർത്താവ് വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടാൻ പോകുക. അവന്റെ ഭഗവത് പ്രത്യക്ഷതയെങ്കിൽ നാമും ആ തേജസ്സിൽ അവനോടുകൂടി ആയിരിക്കാൻ പോകുക. യോഹന്നാൻ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്, 1 യോഹന്നാൻ 3 കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ കർത്താവ് പിതാവ് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. നാം ദൈവമക്കളാണ് എന്നവിടെ പറയുന്നുണ്ട്. എന്നാൽ നാം എന്താകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് നാം എല്ലാവരും അവനോട് സദൃശന്മാരാകുമെന്ന് നമ്മൾ അറിയുന്നു. നമ്മൾ കർത്താവിനെ പോലെയാകാൻ പോവുകയാണ്. We are going to see face to face our Lord. We are going to meet him on that shore. And when we are seeing him face to face, at the same moment we will be, or we shall be transformed into the same glory of our Lord Jesus Christ. കർത്താവിൻ്റെ ആ തേജസ്സിലെ കണക്ക് നമ്മളും തേജസ്കരിക്കപ്പെടാൻ പോവുകയാണ്. നമ്മൾ മാറാൻ പോവുകയാണ്. ഇത്ര വലിയ ഒരു പദവി, ഇത്ര വലിയ ഒരു 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 എന്തോ എനിക്കത് മനസ്സിലാകുന്നില്ല. ഇത്ര വലിയൊരു പദവി അവിടെ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി നമ്മളെ മാനിക്കാൻ പോകുന്നത് കൊണ്ട് ഇവിടുത്തെ കസേരയ്ക്ക് വേണ്ടി, ഇവിടുത്തെ പദവിക്ക് വേണ്ടി, ഇവിടുത്തെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ നക്കാപ്പിച്ചകൾക്ക് വേണ്ടി നാം ഓടി നടക്കുന്നെങ്കിൽ അത് എത്ര കഷ്ടമാണ് അല്ലേ? പോലീസ് പറയുന്നതിൽ നമ്മൾ വായിച്ചില്ലേ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായിട്ട് തന്നെ. അപ്പോൾ സ്മുർണയിലെ സഭയോട് പറയുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും അറിയുന്നു. അവിടെ ഹൈഫൻ ഇട്ടിട്ട് പറയുകയാണ്, ഡാഷ് ഇട്ടിട്ട് പറയുക, നീ ധനവാനാകുന്നു താനും. കർത്താവ് തന്നെ പറയുക, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും അറിയുന്നു. എന്നിട്ട് ബ്രാക്കറ്റിൽ പോലെ പറയുകയാണ്, നീ ധനവാനാണല്ലോ. ഇപ്പം ഈ ലോകപ്രകാരം നമ്മൾ കഷ്ടതയും ദാരിദ്ര്യവും എന്നൊക്കെ പറയുന്നത്, ഒന്നുമില്ലാത്തവരെന്ന് പറയുന്നത്, അനേകരെ നോക്കിയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. കർത്താവിന് നോക്കിയിട്ട് പറയാൻ കഴിയുമോ, കർത്താവ് എനിക്കൊന്നുമില്ലല്ലോ എന്ന്? ആമേൻ. ഈ ലോകം കാണുന്നത് പോലെയല്ല നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ജീവിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഒരുവൻ കാണുന്നതിനായി പ്രത്യാശിക്കുന്നുവെങ്കിൽ അതിനെ പ്രത്യാശ എന്ന് വിളിക്കാൻ പറ്റത്തില്ലെന്നാണ് പൗലോസ് പറയുന്നത്. എന്തുവാ പ്രത്യാശ? കാണാത്തതിനായിട്ട് ഒരുവൻ നോക്കി പാർക്കുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രത്യാശ എന്ന് വിളിക്കുന്നത്. കർത്താവിൻ്റെ വരവിനെ നമ്മൾ കണ്ടിട്ടില്ല, കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷത്തെ നമ്മൾ കണ്ടിട്ടില്ല, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അറിയത്തില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വളരെ പ്രത്യാശയോടെ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ആമേൻ. അങ്ങനെയുള്ള ആളുകളോടാണ് കർത്താവ് പറയുന്നത്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ
ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മെ ഏൽപ്പിച്ചതായി ഈ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ, ഈ കൃപയിലൂടെയുള്ള അനുരഞ്ജനത്തിൻ്റെ അല്ലെങ്കിൽ റെക്കൺസിലിയേഷൻ്റെ മിനിസ്ട്രി, അതൊരു വാഗ്ദാനം നമുക്ക് ദൈവം തന്നതാണ്. അതിനൊരു സമയം ദൈവം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ചില പ്രവൃത്തികൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ലോകത്തെ വസ്തുവകകളും ഈ ലോകത്തെ സ്ഥാനമാനങ്ങളും ഈ ലോകത്തിലെ എല്ലാ പദവികളും അലങ്കരിച്ചു കൊണ്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവരോട് പറയുന്നു, സ്മരണയിലെ സഭയോട് പറയുന്നു, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും ഡാഷ് നീ ധനവാനാകുന്നു താനും. തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിൽ യഹൂദർ സാത്താൻ്റെ പള്ളിക്കാരായ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. ആമേൻ. എന്നാൽ അതേസമയം തന്നെ അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ലൗദിക സഭയോട് കർത്താവ് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. അവിടെ പറയുന്നത്, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാണ്. 17-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കുക. ആമേൻ. അപ്പോൾ ഈ ലോകപ്രകാരം ലൗകിക സഭയുടെ അനുഭവം, ധനവാനാണ്, ഒന്നിനും മുട്ടില്ല. പക്ഷെ കർത്താവ് നോക്കുമ്പോൾ കർത്താവ് പറഞ്ഞ, മക്കളെ, നീ നിർഭാഗ്യവാനാണ്, നീ ദരിദ്രനാണ്, നീ കുരുടനാണ്, നീ നഗ്നനാണ്. ആമേൻ. നോക്കണമേ, രണ്ട് വ്യത്യസ്ത ചേരികളിൽ വ്യത്യസ്ത ദിശകളിൽ നിന്നുകൊണ്ട് രണ്ട് സഭകളെക്കുറിച്ച് കർത്താവ് നടത്തുന്ന പ്രഖ്യാപനം. ലൗകിക സഭയോട് മാനസാന്തരപ്പെടുവാനായിട്ട് പറയുന്നു. സ്മരണയിലെ സഭയോട് മാനസാന്തരപ്പെടുവാൻ പറയുന്നില്ല. മറിച്ച് സ്മരണയിലെ സഭയോട് പറയുന്നത്, ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം, ഞാൻ കൂടെ ഇരിക്കാം, ഞാൻ സപ്പോർട്ട് ചെയ്യാം, എല്ലാ ആശ്വാസവും ഞാൻ പകർന്നുകൊള്ളാം. പക്ഷെ മറ്റവരോട് പറയുന്നു, നീ മാനസാന്തരപ്പെടണം, ഞാൻ ചിലരൊക്കെ നിന്നോട് വാങ്ങാനായിട്ട് ബുദ്ധി പറയുക, നീ സമ്പന്നനാകേണ്ടതിനെ തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ ഉടൻ ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എന്നിട്ട് പറയുന്നു, ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കാൻ മാനസാന്തരപ്പെടുക. ആമേൻ. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കുമെല്ലാം ദൈവം തൻ്റെ കൃപ ധാരാളമായിട്ട് തന്നിട്ടുണ്ട്. ഈ കൃപയിലൂടെയാണ് നമ്മൾ ഈ രക്ഷയിലേക്ക് കടന്നു വന്നത്. ഈ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ, കൃപയിൽ നിന്ന് വീണു പോകാതിരിപ്പാൻ, ഈ കൃപയെ, അത്യന്ത ധനത്തെ അവസാനം വരെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മേൽ നിക്ഷിപ്തമാണ്. ഈ കൃപയുടെ സുവിശേഷത്തിൻ്റെ, ഈ അനുരഞ്ജനത്തിൻ്റെ സുവിശേഷം നമ്മുടെ പക്കൽ, ഈ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ നമ്മുടെ പക്കൽ പരിമേൽപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ സമയം ഇന്നോ നാളെയോ മറ്റന്നാളെന്നൊന്നും അല്ല കർത്താവ്, ഇന്ന് എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രവൃത്തി കർത്താവ് പറഞ്ഞ്, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ഈ ലോകത്തിൽ എല്ലാം വാങ്ങി സ്വരൂപിച്ച് കൂട്ടി ജീവിക്കണമെന്നല്ല കർത്താവ് പറയുന്നത്. ലോകമൊന്നും തന്നില്ലെങ്കിലും, ലോകം മാനിച്ചില്ലെങ്കിലും, ലോകം ആദരിച്ചില്ലെങ്കിലും, ലോകം അംഗീകരിച്ചില്ലെങ്കിലും സാരമില്ല, അംഗീകാരം എൻ്റെ പക്കലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ 35-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നല്ലോ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നേ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? എൻ്റെ 37-ാം വാക്യം പറയുന്നു, നാം ഒന്നുമേ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഒരു ജയകരമായ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ കടന്നു വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളുടെ മേലും പരാധീനതകളുടെ മേലിലും കഷ്ടപ്പാടുകളുടെ മേലിലും ജയമെടുത്തുകൊണ്ട് മുമ്പോട്ട് നീങ്ങുന്നതാണ്. എല്ലാം വാരിക്കൂട്ടി സ്വരൂപിച്ച്, എല്ലാം അടുക്കി വെച്ച് സ്വരൂപിച്ച് കൂട്ടിവെച്ച്
അവസാനം പ്രയോജനമില്ലാതായി പോകരുത്. കർത്താവ് തരുന്നതൊക്കെ വാങ്ങിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ കർത്താവ് പറയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഓടിച്ചാടി നമ്മുടെ സമയവും അധ്വാനമൊക്കെ ചെലവഴിക്കുന്നത് വളരെ ബുദ്ധിമോശമാണ്. ഹല്ലേലൂയ. നിങ്ങൾ അപ്പമല്ലാത്തതിന് നിങ്ങളുടെ പ്രയത്നം ചെലവിടരുതെന്ന് കർത്താവ് നമ്മോട് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ പറയുന്നുണ്ടല്ലോ. യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം വാക്യത്തിൽ ആ വാക്യം കൂടെ വായിച്ച് ഞാനിത് ഇവിടെ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. 55-ാം അധ്യായം. അല്ലെ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ, വന്നു വാങ്ങി തിന്നുവീൻ. നിങ്ങളും ദ്രവ്യം വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. അടുത്ത വാക്യം, 2-ാം വാക്യം. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? നിങ്ങൾ എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പീൻ. പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളുവീൻ. ആമേൻ. നിങ്ങൾ ചെവിചാച്ചൻ്റെ അടുക്കൽ വരുവീൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവീൻ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ വിളിച്ചു, നമ്മെ വേർതിരിച്ചു, നമ്മെ കർത്താവിനുള്ളവരാക്കി തീർത്തിരിക്കുന്നു. കർത്താവിന് ഉത്തരവാദിത്വമുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതിനുവേണ്ടി ദൈവം കൊടുത്ത വില എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 1 പത്രോസ് 1:18 പറയുന്ന പോലെ പൊന്ന വെള്ളി മുതൽ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല. ക്രിസ്തു എന്നത് കുഞ്ഞാടിൻ്റെ, നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം നമുക്ക് വേണ്ടി കർത്താവ് പകരമായി നൽകി എന്ന് നമ്മൾ ഓർക്കണം. ഈ കൃപ നമ്മിലേക്ക് പകരപ്പെടുവാൻ, ഈ കൃപ നമ്മിലേക്ക് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് വലിയ വിലയാണ് നൽകിയത്. അതുകൊണ്ട് കർത്താവ് നൽകിയ വില ഓർത്തെങ്കിലും നമുക്ക് ലഭിച്ച കൃപ നമ്മളെ വ്യർത്ഥമാക്കി കളയരുതെന്ന കർത്താവ് പറയും. മക്കളെ, നിനക്കിത് ചുമ്മാതെ കിട്ടിയതാണ്, നിനക്കിത് വെറുതെ സൗജന്യമായി ലഭിച്ചതാണ്. പക്ഷേ അതിനുവേണ്ടി ആരോ ഒരു വലിയ വില കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ വലിയൊരു വില ഇതിനു വേണ്ടി കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വിലയെ ഓർത്ത്, ആ ത്യാഗത്തെ ഓർത്ത്, കർത്താവിൻ്റെ ആ ക്രൂശ് മരണത്തെ ഓർത്ത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇന്ന് ഈ സന്ധ്യാസമയം ഓർക്കേണ്ട കാര്യം, നമുക്ക് ലഭിച്ച കൃപ നാം ഒരിക്കലും വ്യർത്ഥമാക്കി കളയരുത്. ഈ കൃപയുടെ മാഹാത്മ്യത്തെ നന്നായിട്ട് മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് നീങ്ങാം. അപ്പോൾ തന്നെ കർത്താവ് നമ്മെ ഏൽപ്പിച്ച ഈ അനുരഞ്ജനത്തിൻ്റെ സുവിശേഷം ശുശ്രൂഷ ഇത് ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ദൈവത്തോട് യാചിക്കാം. ദൈവത്തിന് സമയം കൽപ്പിച്ചിട്ടുണ്ട്, അതിനുവേണ്ടിയുള്ള പ്രവൃത്തി ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വാഗ്ദാനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം അനുയോജ്യമായിട്ട്, സമയോചിതമായിട്ട്, ബുദ്ധിപരമായിട്ട്, പ്രാഗൽഭ്യത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവം വേണ്ടതായ സമയത്ത് വേണ്ട ബുദ്ധിയും ആലോചനയും ഒക്കെ നമുക്ക് തരും. കാരണം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നമ്മളാരുമല്ല ഒന്നും ചെയ്യുന്നത്. നമ്മൾ നിന്ന് കൊടുത്താൽ മാത്രം മതി, നമ്മൾ വിട്ടുകൊടുത്താൽ മാത്രം മതി. മോശയിലെ കയ്യിലിരുന്ന വടിയായിട്ടൊന്നും ചെയ്തിട്ടില്ല. വടി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം ഒരു വടിയെ മോശ അങ്ങോട്ട് സമർപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം ആ വടിയെ ഒരു അത്ഭുതത്തിൻ്റെ ചിഹ്നമാക്കി, അടയാളമാക്കി മാറ്റി. അതേ വടി തന്നെയാണ് പിന്നീട് മോശയുടെ പിന്നീടുള്ള ശുശ്രൂഷയിൽ ഉടനീളം വളരെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കാണിപ്പാൻ ദൈവജനത്തിൻ്റെ വിടുതലിനായിട്ടും ദൈവം ഉപയോഗിച്ചത്. ഇന്ന് ഈ സന്ധ്യാസമയം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം.